ഇന്ത്യയെ ഭയന്ന് പാകിസ്ഥാൻ വിറയ്ക്കുകയാണോ? അതെ എന്ന് തന്നെയാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ രഹസ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായും സൈനികമായും ഇന്ത്യയുടെ 7 ഇടത്ത് പോലും എത്താൻ കഴിയാത്ത പാകിസ്ഥാൻ ഗതികെട്ട് ഒടുവിൽ ഇന്ത്യയെ നേരിടാൻ ചില കുറുക്ക് വഴികൾ തേടുകയാണ്. സ്വീഡിഷ് തിങ്ക് ടാങ്ക് ആയ സിപ്രിയുടെ 2026 ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പാകിസ്ഥാന്റെ ഗതികേടും വെപ്രാളവും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. സിപ്രിയുടെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ അവരുടെ ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇന്ത്യയുടെ കൈവശമുള്ള 190 ആണവായുധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തങ്ങളുടെ കയ്യിലുള്ള 170 എണ്ണം തികയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് പുതിയ പോർമുനകൾ വിക്ഷേപിക്കാനുള്ള മിസൈലുകളും സംവിധാനങ്ങളും അഥവാ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ വർദ്ധിപ്പിക്കാനാണ് പാക് സൈന്യം ശ്രമിക്കുന്നത്. റിയാദ്, അബാബിൽ തുടങ്ങിയ മിസൈലുകൾക്ക് പുറമെ യുദ്ധമുഖത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന NASR പോലെയുള്ള ടാക്ടിക്കൽ അണവായുധങ്ങൾ വികസിപ്പിക്കാനും അതിനായി ഫിസൈൽ മെറ്റീരിയലുകൾ വലിയ തോതിൽ ശേഖരിക്കാനും ഒക്കെ അവർ ഭയപ്പാടോടെ നെട്ടോട്ടമോടുകയാണെന്നാണ് സിപ്രി റിപ്പോർട്ട് പറയുന്നത്. ആണവ ബോംബുകളും ആണവോർജവും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വയം നിയന്ത്രിതമായി ആണവ വിഘടനം നടത്താൻ ശേഷിയുള്ള യുറേനിയം, പ്ലൂട്ടോണിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളെയാണ് ഫിസൈൽ മെറ്റീരിയലുകൾ എന്ന് പറയുന്നത്. ഈ ഫിസൈൽ മെറ്റീരിയലുകളെ തേടിയാണ് പാകിസ്ഥാൻ നെട്ടോട്ടം ഓടുന്നത്. പാകിസ്ഥാൻ ഇത്രത്തോളം ഭയക്കാൻ വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. 2025 മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സൈനിക ഏറ്റുമുട്ടൽ പാക് സൈന്യത്തിന്റെ നട്ടലൊടിച്ചു. ആണവായുധങ്ങൾ പ്രയോഗിക്കാതെ തന്നെ ഒരു സാധാരണ യുദ്ധത്തിലൂടെ ഇന്ത്യക്ക് പാകിസ്ഥാനെ തകർക്കാൻ സാധിക്കുമെന്ന് ആ 4 ദിവസത്തെ ഓപ്പറേഷൻ തെളിയിച്ചു. ഇന്ത്യൻ സൈന്യത്തെ നേരിടാൻ തങ്ങൾക്ക് യാതൊരു ശേഷിയുമില്ലെന്ന് തിരിച്ചറിഞ്ഞ ജനറൽ അസീം മുനീർ അടങ്ങുന്ന പാക് സൈനിക നേതൃത്വം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ആണവായുധങ്ങളെ ഒരു കവചമായി കൂട്ടുപിടിക്കുന്നത്. ഇതൊരു തരം ഭീരുത്വം തന്നെയാണ്. ഈ രഹസ്യ നീക്കങ്ങൾക്കെതിരെ ആഗോള തലത്തിലും പാകിസ്ഥാൻ വൻ തിരിച്ചടിയാണ് ലഭിക്കുന്നത്. പാകിസ്ഥാന്റെ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സിനും മറ്റ് 3 സ്ഥാപനങ്ങൾക്കും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപരോധം ഏർപ്പെടുത്തിയത് ഈ മിസൈൽ പ്രോഗ്രാമുകളുടെ അപകടം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ വേണ്ടി MIRV സാങ്കേതിക വിദ്യയൊക്കെ സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇത്തരം ടാക്ടിക്കൽ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നത് ലോകത്തിന് മുഴുവൻ വലിയൊരു ഭീഷണിയാണെന്ന് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ നിലപാട് ഇവിടെ വളരെ വ്യക്തമാണ്. പാകിസ്ഥാൻ തങ്ങളുടെ തോൽവി ഭയന്ന് NASR പോലെയുള്ള ഏത് ചെറിയ ടാക്ടിക്കൽ ആണവായുധം ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചാലും ഇന്ത്യയുടെ തിരിച്ചടി അതീവ ഭയാനകമായിരിക്കും. പാകിസ്ഥാൻ എന്ന രാജ്യം ലോക ഭൂപടത്തിൽ തന്നെ ഇല്ലാതാകുന്ന തരത്തിലുള്ള ഒരു മാസീവ് റിറ്റാലിയേഷൻ ആയിരിക്കും ഇന്ത്യ നൽകുക. പാകിസ്ഥാന്റെ ഏത് ഭീഷണികളും അതിന് ആണവ ഭീഷണിയായാൽ ഇന്ത്യയുടെ കരുത്തിന് മുന്നിൽ വിലപ്പോവില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.